പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ള ചേർത്തലയിലാണ്. അപ്പോൾ ചേർത്തലയിൽ നിന്ന് എറണാകുളം വരെയുള്ള ചെറിയൊരു യാത്ര. അപ്പോൾ നമ്മളിന്ന് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് തീരദേശപാതയാണ്. അപ്പോൾ തീരദേശപാതയിലൂടെ ബൈക്കിൽ ചെറിയൊരു യാത്ര, അതിൻ്റെ കാഴ്ചകളും മറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ആദ്യം നമ്മൾ എത്തിച്ചേർന്നത് അർത്തുങ്കൽ പള്ളിയിലാണ്. അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക ചർച്ചിലാണ് നമ്മൾ ആദ്യം എത്തിച്ചേർന്നത്. 1581 അർത്തുങ്കൽ പള്ളി സ്ഥാപിതമായത്. അന്ന് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഈ പള്ളിയിലെ ആദ്യ വികാരിയായിരുന്നു ഫാദർ ഗാസ്പർ പയസ്. പിന്നീട് 1640 പള്ളി പുതുക്കി പണിയുന്നത്. പിന്നീട് 1640 പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി. ആ സമയത്താണ് പള്ളി പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് പുനർനിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ പള്ളിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ അന്ധകാരനഴി ബീച്ചിലേക്കാണ് നമ്മൾ പോവുകയുണ്ടായത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അന്ധകാരനഴി ബീച്ചിൽ എത്തിച്ചേർന്നു. അപ്പോൾ അന്ധകാരനഴി ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ കണ്ണമാലി പള്ളി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ തീരദേശ പാതയിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും എറണാകുളത്തേക്കുള്ള യാത്രയിൽ, ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ നാഷണൽ ഹൈവേയിലൂടെയാണ് കൂടുതൽ നമ്മൾ യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ ശരിക്കും ഈ തീരദേശ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ശരിക്കുമുള്ളൊരു ഫീൽ ലഭിക്കുന്നതിന് നമ്മൾ ടൂ വീലറിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോഴാണ് ശരിക്കും കടലിൻ്റെ കാറ്റേറ്റും എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും ആ യാത്ര. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ യാത്രകൾക്കൊക്കെ ശേഷം നമ്മൾ കണ്ണമാലി പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ണമാലി പള്ളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഔസേപ്പിതാവിൻ്റെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കണ്ണമാലി പള്ളി. സെൻറ്റ് ആൻ്റണീസ് ഫെറോന പള്ളി എന്നാണ് കണ്ണമാലി പള്ളി അറിയപ്പെടുന്നത്. എല്ലാ വർഷവും മാർച്ച് 10 മുതൽ 19 വരെയാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. മാർച്ച് 19 കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നടക്കുന്ന നേർച്ച സദ്യയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ കണ്ണമാലി പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നേരെ വീണ്ടും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ തോപ്പുംപടിയിൽ എത്തിച്ചേർന്നു. തോപ്പുംപടി വഴി നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് നേവൽ ബേസ് വഴി മറൈൻ ഡ്രൈവിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരാറായി. അപ്പോൾ ഇന്നത്തെ തീരദേശ പാതയിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ബൈക്കിലൊരു യാത്ര ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇന്നത്തെ തീരദേശ പാതയിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ തുടർന്നുള്ള വീഡിയോകളുടെ എല്ലാം പ്രചോദനം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.